അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബി തങ്ങൾ മുഅ്മിനീങ്ങളോട് സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടതാണ്. ബന്ധം തിരിഞ്ഞാൽ കരയുമെന്നാണ്. ബന്ധം തിരിഞ്ഞാൽ കരയും. ഒരു കല്യാണം നടന്നു, ഒരാള് ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു, നിക്കാഹ് കഴിഞ്ഞു, കൂട്ടിക്കൊടുന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു, ഒരു ദിവസം സൽക്കാരത്തിന് വന്നു, ഗൾഫിൽ പോയി. ഒറ്റ ദിവസം ഗൾഫ് പോയി. 6 മാസം കഴിഞ്ഞ് ഒരു ബൈക്ക് ആക്സിഡന്റിൽ ഭർത്താവ് മരണപ്പെട്ടാല് പെണ്ണ് ആഴ്ചകളോളം കരയും. എന്താ കാരണം? ബന്ധം മനസ്സിലായി എന്നുള്ളതാണ് കാരണം. മുത്തുനബിനെ പറയുമ്പോ നമുക്ക് കരച്ചിൽ വരുന്നില്ല. എന്തേ കാരണം? ബന്ധം മനസ്സിലായില്ല. വാപ്പ മക്കളെ തിരിഞ്ഞു നോക്കുന്നത് പാലം കടന്നതിന്റെ ശേഷാണ്. സിറാത്ത് കടന്നിട്ടാണ് വാപ്പ മക്കളെ അന്വേഷിക്കുക. മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ്. പാലം കടക്കുന്നതിന്റെ മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെറിയ കാലല്ല, 50,000 വർഷമാണ്. മശ്ശറ എങ്ങനെ ചുരുക്കി കൂട്ടിയാലും 50,000 കൊല്ലം ഉണ്ടാവും. ചുരുങ്ങിയ കണക്കെടുത്താലേ മശ്ശറ 50,000 കൊല്ലം ഉണ്ടാകും. അരമണിക്കൂർ ഒരാളെ കാത്ത് നിൽക്കണം എന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പൊ വരാ, വന്നിട്ട് വിളിക്കൊണ്ട് പറഞ്ഞു പോകും. നമുക്ക് കാത്തിക്കാൻ പറ്റൂല. അരമണിക്കൂർ ഒരാളെ കാത്തു നിൽക്കാൻ കഴിയാത്ത നമ്മളെയും കാത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 50,000 വർഷം കാത്തു നിൽക്കുമെന്നാണ്. ഒരിക്കൽ ഒരു സ്വഹാബി വര്യൻ പുന്നാര നബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, നാളെ മശ്ശറയിൽ വെച്ചുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പൊ പറഞ്ഞു, നന്മ തിന്മകൾ എഴുതി ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് എന്നെ കാണാം. ആ സ്വഹാബി വര്യൻ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? അത് തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ വെച്ചു കാണാം. അവിടെയും കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ദാഹജലമാകുന്ന ഹൗലുൽ കൗസർ മുക്കിക്കൊടുക്കുന്ന സ്ഥലത്ത് വെച്ചു കാണാം. അള്ളാന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് മശ്ശറയിൽ വെച്ച് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല നബിയേ. അതിനാൽ ഞാൻ എവിടെയാണ് മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തരേണ്ടത്? ഒരു നിലക്കും എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റൂല. അറിഞ്ഞപ്പോ പറഞ്ഞു, സഹാബാ, സിറാത്ത് പാലം കിടക്കുമ്പോ നിങ്ങൾ എന്നെ കാണാതെ പോകൂല സഹാബാ. വാപ്പ പാലം കടന്ന് തിരിയും, ഉമ്മ പാലം കടന്നതിന്റെ ശേഷം തിരിഞ്ഞു നോക്കും. മാതാപിതാക്കൾ മക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ്. മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷാണ്. പാലം കടക്കുന്നതിന്റെ മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യനാണ് മുഹമ്മദ് നബി. ഹല്ലുക്കും ഫിദ്ദുന്യാ ഇയ്യായ, അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവിൽ ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാകുന്നു. അള്ളാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾ എന്റെ ഉമ്മത്തായതുമാകുന്നു. ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതരായ ഉമ്മത്ത് പുന്നാര നബിയുടെ ഉമ്മത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മശ്ശറയിൽ ആദ്യമായി വിചാരണക്ക് വിളിക്കുന്നത് നമ്മളെയാണ്. സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി തുറക്കപ്പെടുന്നതും നമ്മൾക്കാണ്. 120 വരികൾ സ്വർഗത്തിലേക്ക് വരി നിൽക്കുമെന്നും അതിൽ 90 വരികളും എന്റെ ഉമ്മത്തായിരിക്കുമെന്നും അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇതന്നെ സംഗതി പറഞ്ഞേ. ഇത് കൽബക്ക് കയറാതെ നമ്മൾ ഒടുക്കത്തൂല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിലേക്ക് കയറലാണ് ഈമാന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിൽ കയറലാകുന്നു തഖ്വ. പുന്നാര നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം
കൽബിൽ കയറലാകുന്നു തവക്കുല്. ഹബീബുനാ റസൂലുള്ളാഹി കൽബിലേക്ക് കയറലാണ് സബ്ർ. മുത്തുനബിയാണ് കയറിയാൽ അതൊക്കെ ഉണ്ടാവുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. ഒരിക്കൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ ചെന്നിട്ട് മിസ്രിൽ ചെന്നിട്ട് ഇങ്ങനെ അന്വേഷിച്ചു, ഇവിടെ നഫീസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അതിൽ മിസ്രി അവര് പറഞ്ഞു, നാട്ടുകാര് പറഞ്ഞു, ഇവിടെ നിങ്ങൾ അന്വേഷിക്കണ മാതിരത്തെ ഒരു നഫീസ് ഒന്നുമില്ല, ഇവിടെ ഒരു പിരാന്തുള്ള ഒരു നഫീസ് ഉണ്ട്. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോ പറഞ്ഞു, രാത്രി ഉറങ്ങൂല. രാത്രി ഉറങ്ങൂല, പാട്ടും പാടി ഇങ്ങനെ നടക്കാണ് കാരണം. അപ്പൊ ചോദിച്ചു, എന്താ പാട്ട് ചോദിച്ചു. പാട്ടെന്താന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, അജബല്ലിൽ മുഹിബ്ബി കൈഫയനാമു ഫന്നൗമുലിൽ മുഹിബ്ബി ഫഹുവ ഹറാം. അതാ പാട്ട് പറഞ്ഞു. അജബല്ലിൽ മുഹിബ്ബി, മുഹിബ്ബായ മനുഷ്യന്റെ കാര്യത്തിൽ അത്ഭുതം തോന്നാൻ, കൈഫയനാമു എങ്ങനെ ഉറങ്ങ, ഫന്നൗമുലിൽ മുഹിബ്ബി, മുഹിബിന് ഉറക്കം വരിക എന്ന് പറഞ്ഞത് ഫഹുവ ഹറാമുൻ, അത് ഹറാമാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോ പറഞ്ഞു, അതാ പാട്ട്, അത് കുഴപ്പമില്ല പറഞ്ഞു. ആ പാട്ടാണെങ്കിൽ കുഴപ്പമില്ല. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ താരീഖ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റാബിയ എന്ന് പറഞ്ഞാല് നാലാമത്തോള് എന്നാണ് അർത്ഥം. ബാപ്പാന്റെ നാലാമത്തെ കുട്ടിയാണ്. വളരെയധികം പ്രയാസമാണ് വാപ്പാക്ക് ഉണ്ടായിരുന്നത്. പ്രസവിക്കപ്പെട്ട സമയത്ത് മേത്ത് തേക്കാൻ വേണ്ടി എണ്ണയില്ലായിട്ട് ഉമ്മ വാപ്പാട് പറഞ്ഞു, നിങ്ങൾ അടുത്ത പേരെ പോയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടുവരുമോന്ന്. വെളിച്ചെണ്ണ എന്ന് ഞാൻ പറഞ്ഞു, എണ്ണ വാങ്ങിക്കൊണ്ടുവരുമോന്ന് ചോദിച്ചു. മൂപ്പരിങ്ങനെ, വിളക്കില്ല, കാരണം വിളക്ക് കത്തിക്കാൻ അതിലൊഴിക്കാൻ എണ്ണയില്ല. പ്രസവിച്ച ഉടനെ ശരീരത്തിലൊന്ന് എണ്ണയൊക്കെ തേക്കണം, അതിനും എണ്ണയില്ല. അതുകൊണ്ട് അടുത്ത പേരെ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരുമോ, നമുക്ക് ഉണ്ടാവുമ്പോൾ കൊടുക്കാറുണ്ട്. മൂപ്പരിങ്ങനെ പോയി അടുത്ത പെരേ ചെന്നിട്ട് വാലിന്റെ അടുത്ത് ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ നിന്ന്. ചോദിക്കാൻ തോന്നിയില്ല. കുറെ നേരം അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് തന്നെ വന്നു. അതില് ഉമ്മ ചോദിച്ചു, ഭാര്യ ചോദിച്ചു, എണ്ണ ഇട്ടിയോന്ന് ചോദിച്ചു. എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല. അന്ന് ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ആ നാട്ടിലെ രാജാവിനെ ഉറക്കത്തിൽ കണ്ടിട്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ എടുത്തു പോയിട്ട് അത്യാവശ്യത്തിനുള്ള പൈസ ചോദിക്കാൻ പറയുന്നതായിട്ടാണ് കണ്ടത്. നേരം വെളുത്തിട്ട് രാജാവിന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോയി. പെർമിഷനൊക്കെ വാങ്ങിയിട്ട് കയറിയപ്പോ രാജാവ് പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ മുസ്തഫായ നബി തങ്ങളെ കണ്ടിരുന്നു. ഞാൻ എല്ലാ ദിവസവും 100 സ്വലാത്ത് ചൊല്ലും, 300 സ്വലാത്ത് ചൊല്ലും. വെള്ളിയാഴ്ച രാവിലെ 400 സ്വലാത്ത് ചൊല്ലും, എന്നിട്ടാണ് ഉറങ്ങല്. ഇന്നലെ ഞാൻ സ്വലാത്ത് ചൊല്ലാൻ മറന്നപ്പോ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്തേ നിങ്ങൾ സ്വലാത്ത് ചൊല്ലാഞ്ഞത്? അതിന് പകരായിട്ട് നാളെ ഇവിടെ ഒരാൾ വരും, അയാൾക്ക് 400 ദീനാർ കൊടുക്കൊണ്ടു പറഞ്ഞു. അതാ കൊണ്ടേക്കോളി പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ജീവിച്ചു. പശുവിനെ വളർത്തലായിരുന്നു ജോലി. പശുവിനെ വളർത്തിയിട്ട് പാല് കറന്ന് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കും. അങ്ങനെ ഇരിക്കെ പിതാവ് നേരത്തെ മരണപ്പെട്ടു. പക്ഷെ പശുവിനെ ഉമ്മ വളർത്തി. ചെറിയ കുട്ടി എന്നുള്ള നിലയില് റാബിയാന്റെ അടുത്ത് അങ്ങാടിക്ക് പാല് കൊടുത്തേക്കും. ആൾക്കാര് പാലൊക്കെ വാങ്ങും, പക്ഷെ പൈസ കൊടുക്കൂല. അപൂർവമായിട്ട് ആരെങ്കിലും കൊടുക്കും. ജീവിതം വഴിമുട്ടി. അങ്ങനെ നാട് വിടാൻ തീരുമാനിച്ചു. ഒരു കച്ചവട സംഘത്തോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരിക്കൽ രാത്രി താമസിച്ചു. അവിടെ വലിയ ഒരു കൊള്ള സംഘം വന്ന് എല്ലാവരും കൊള്ളടിച്ചപ്പോ എല്ലാവരും അവിടുന്ന് ഓടിയപ്പോ ഉമ്മയും ബാക്കിയുള്ള 3 കുട്ടികളും റാബിയാനെ കൊണ്ടുപോവാൻ മറന്നുങ്ങാണ്ട് അവിടെ ഇട്ടുങ്ങാണ്ട് പോയി. നേരം വെളുത്തോകുമ്പോ റാബിയ ഒറ്റപ്പെട്ടു. ഒരു ജൂതന്റെ വീട്ടിൽ അടിമയായിട്ടെത്തി. വളരെയധികം പ്രയാസകരമായ ജോലികൾ ചെയ്തു. വയസ്സ് 7 ഭക്ഷണമൊന്നും കൊടുക്കൂല, പ്രയാസമുള്ള ജോലിയാണ്. വൈകുന്നേരം വരെ. രാത്രി സമയത്ത് റൂമിന്റെ അടുക്കൽ നിന്ന് ഒരു ശബ്ദം കേട്ടപ്പോ യജമാനൻ ജനലിന്റെ അടുത്ത് എന്നിട്ട്
ജനലിന്റെ ഉള്ളിൽ കൂടെ ചെവി ഇങ്ങനെ വെച്ച് നോക്കുമ്പോ സുജൂദിൽ കടന്നുകൊണ്ട് പറയാണ്, പടച്ചോനെ രാത്രി മുഴുവനും ഞാൻ നിനക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. നീ എന്നോട് ഒരു കൃപയും ഇല്ലാത്ത കാരുണ്യവുമില്ലാത്ത ഒരു മുതലാളിന്റെ അടുത്താണല്ലോ എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് പകല് സുജൂദ് ചെയ്യാൻ പറ്റായിട്ടാണ് ട്ടോ എന്ന് പറയണത് കേട്ടു. സുജൂദ് കടന്നിട്ട് സ്വതന്ത്രയാക്കി ഒരുപാട് കാലം കഴിഞ്ഞു. ആ ബിദത്തായി. ഒരിക്കല് അമീൻ മഅ്മൂൻ എന്നവരുടെ പിതാവ് അവരെ ഒരു വിവാഹാലോചന നടത്തി. ഖലീഫ ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹു ഒരു വിവാഹാലോചന നടത്തി. ഒറ്റ ഡിമാൻഡ് മാത്രാണുള്ളത്, എന്ത് സൗകര്യമാണെങ്കിലും ചെയ്തുതരാം. എന്റെ വീട്ടിൽ വരണമെന്നില്ല, എന്റെ വിരിപ്പിൽ കിടക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇബാദത്തിന് എല്ലാ സൗകര്യവും ചെയ്തുതരാം. ഒരു നിബന്ധന മാത്രമുണ്ട്, നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് റാബിയയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഉണ്ടാവണം എന്ന് പറഞ്ഞു. വേറെ ഒന്നും വേണ്ടാറുണ്ട്. അതിനെ കല്യാണം, വേറെ ഒന്നിനും എന്നെ കല്യാണം. അതിലൊരു ചോദ്യം ചോദിച്ചു, ഞാൻ ഭർത്താവ് എന്ന നിലയിൽ നിങ്ങളെ സ്നേഹിക്കേണ്ടി വരൂല ചോദിച്ചു. അത് വേണ്ടി വരും പറഞ്ഞു. അതിനെനിക്ക് കഴിയൂല. ഒന്നും വേണ്ട, പക്ഷെ ഞാൻ എന്റെ ഭർത്താവ് എന്ന നിലയിൽ നിങ്ങളെ സ്നേഹിക്കേണ്ടി വരൂല ചോദിച്ചു. അത് വേണ്ടി വരും എന്നപ്പോ പറഞ്ഞു, അതിനെനിക്ക് കഴിയൂല. എനിക്ക് എന്റെ അള്ളാഹുവിനെ റസൂലിനെ എല്ലാം സ്നേഹിക്കാൻ കഴിയൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം.